മിഴിയിൽ രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. മൈക്കിൽ നിന്നും പൊട്ടിത്തെറിക്കും പോലെയുള്ള ശബ്ദം കേട്ട് ബദ്രിയും മിഴിയൊന്ന് ഞെട്ടി. അതോടെ കണ്ണുകൊണ്ടുള്ള കോൺവെർസേഷൻ കട്ട്. ബദ്രി ഈർഷ്യയോട് ആരാണ് ആ ശബ്ദത്തിന് ഉടമസ്ഥ എന്ന ഭാവത്തിൽ മുന്നിലേക്ക് നോക്കി. ദേ മൈക്കും പിടിച്ച് നിൽക്കുന്നു നമ്മുടെ ആരു. ബദ്രി പല്ലുകടിച്ച് മിഴിയെ നോക്കി. ഒരു കയ്യപ്പത്തം, നാറ്റിക്കരുത് എന്ന ഭാവത്തിൽ മിഴി ബദ്രിയെയും. ഫസ്റ്റ് ഓഫ് ആൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ പേരിലും നാദൂറാമങ്ങളുടെ ഫാമിലിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഈ ഡാൻസ് പെർഫോമൻസിനും കൂടെ കളിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി നന്ദി നന്ദി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഹൽദി ഫംഗ്ഷനിൽ സാധാരണ പെൺകുട്ടികളുടെ വീട്ടുകാർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന്. പക്ഷേ നമ്മളിത് വെറും ഒരു ഹൽദി മാത്രമായിട്ട് സെറ്റ് ചെയ്തല്ല, പ്രീ വെഡിങ് പാർട്ടി. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ നിങ്ങൾ മഞ്ഞൾ തേച്ച് ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ ബ്ലസ് ചെയ്യണമെങ്കിൽ ആവാം. ഫുഡ് ആൻഡ് ബാർ സെക്ഷൻ ഓപ്പൺ ആണ്, കഴിക്കുന്നവർക്ക് അങ്ങോട്ട് പോവാം. ആർദ്ര എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു പേർ അതെല്ലാം കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചാളുകൾ ഫുഡ് എന്ന് കേട്ടതും വേഗം അങ്ങോട്ട് ഓടി. രണ്ട് വീട്ടിലെ അച്ഛനമാർ സ്റ്റേജിലേക്ക് കയറി വന്ന് രണ്ടുപേരുടെയും മുഖത്ത് അല്പം മഞ്ഞൾ തേച്ച് പൂവിട്ട് അവരനുഗ്രഹിച്ചു. പിന്നെ ആരാണെന്ന് പോലും അറിയാത്ത കുറച്ച് അമ്മായിമാരും വന്ന് മഞ്ഞളൊക്കെ തേച്ച് കൊടുത്തു. ആദ്യം സ്റ്റേജിലേക്ക് കയറി. മിഴി അത് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ബദ്രികത് ഞെട്ടലായിരുന്നു. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് അവൻ ഇരുവരെയും അനുഗ്രഹിച്ചു. പിന്നെ കുറച്ചു പേർക്ക് ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് കൈമാറി. ധ്യാനും എത്തിയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ധ്യാനെ കണ്ട് മിഴിയിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി. നിതയും നിറഞ്ഞ പുഞ്ചിരിയോടെ സ്റ്റേജിലേക്ക് വന്നു. ഇരുവർക്കും ആശംസകൾ അറിയിച്ചു. നിതയെ കണ്ടതും വിടുന്ന ആദിയുടെ മുഖം കണ്ട് ആർദ്രയും മിഴിയും പരസ്പരം നോക്കി ചിരിച്ചു. അളിയോ, പുറകിൽ നിന്ന് ആരുടെയോ ശബ്ദം കേട്ട് നിതയെ നോക്കിക്കൊണ്ടിരുന്ന ഫ്ലോ തടസ്സപ്പെട്ടതിന്റെ നീരസത്തിൽ ആദി തിരിഞ്ഞു നോക്കി. ഡേവിഡിനെ കണ്ട് അവൻ മുഖത്തൊരു ചിരി വരുത്തി. ഡേവിഡ് ആദിയുടെ തോളിലൂടെ കൈയിട്ടു. വീട്ടിൽ പറയുന്നില്ലേ? പറയണം, ആദ്യം നിങ്ങളുടെ കാര്യം ഒന്ന് കഴിയട്ടെ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. നീത അവർക്കരിയിലേക്ക് വരുന്നേണ്ടതും അവളെ നോക്കിയെന്ന് ചിരിച്ച് ഡേവിഡ് അവർക്കിടയിൽ നിന്ന് മാറിക്കൊടുത്തു. അപ്പോഴും ആർദ്ര മൈക്കിലൂടെ ഓരോന്ന് വിളിച്ച് പറയുകയായിരുന്നു. വരുന്നവരെയും പോകുന്നവരെയും, എന്തിന് ബാർ സെക്ഷനിൽ പോയി രണ്ടെണ്ണം അടിക്കുന്നവരുടെ ബ്രാൻഡ് പോലും അവൾ ചൂണ്ടിക്കാണിച്ചു. ആർദ്രയെ കൊണ്ട് ആങ്കറിംഗ് ചെയ്യിപ്പിക്കാമെന്ന അഭിപ്രായം പറഞ്ഞ നിമിഷത്തെ സ്വയം ശപിച്ചുകൊണ്ട് മിഴി ഉമിനീരിറക്കി ചുറ്റും നോക്കി. ഇതിനെ ആരെങ്കിലും ഒന്ന് പിടിച്ച് കൊണ്ടുപോകാമോ എന്ന ഭാവത്തിൽ. അവസാനം പൊതു അഭ്യർത്ഥന മാനിച്ച് ഡേവിഡ് സ്റ്റേജിലേക്ക് കയറി. അവളുടെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങി ഓഫാക്കി സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറക്കി ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു തീർന്നില്ലായിരുന്നു. ഇനിയും പറഞ്ഞാലേ എല്ലാവരും ചേർന്ന് നിന്നെ തീർത്ത് കളയും. അവളുടെ കയ്യിൽ നിന്നുള്ള പിടിവിട്ട് അവൻ അല്പം കടുപ്പിച്ച് പറഞ്ഞു. ഡേവിഡിന്റെ മറുപടിയിൽ അവൾ ചുണ്ടു പിളർത്തി. അവൻ പെട്ടെന്ന് ഇരുകണ്ണുകൾ ഉരുകെ ചിമ്മി അബദ്ധം പിണഞ്ഞ പോലെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും സങ്കടം കൊണ്ട് ആ കുഞ്ഞുമുഖം വീർത്തിരുന്നു. അവനൊന്ന് ചിന്തിച്ചു. ഓ മൈ ഗോഡ്. അവന്റെ അത്ഭുതം നിറഞ്ഞ വാക്കുകൾ കേട്ട് അവൾ നനവപ്പെടുന്ന കണ്ണുകുളിയർത്തി അവനെ നോക്കി. നിനക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ പെണ്ണെ? അപ്പൊ ഇത്ര നേരം കണ്ടില്ലേ? അവളുടെ മുഖത്തെ സങ്കടം മാറി പരിഭവമായി. ഹേ, തിരക്കാരനെ നോക്കാൻ പറ്റില്ലെന്നേ. സാരി എടുത്ത ബൊമ്മക്കുട്ടിയാണോ ഇത്? അവളുടെ പരിഭവമാഞ്ഞ് മുഖത്ത് ചിരിവിടർന്നു. ഏൽക്കുന്നുണ്ട് ഏൽക്കുന്നുണ്ട്, ഡേവിഡ് മനസ്സിൽ ചിന്തിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആർദ്ര നാണത്തോടെ പറയുന്ന കേട്ട് ഡേവിഡ് നെറ്റി വിളിച്ചു. എന്ത് കാര്യം? എന്നെ ശരിക്കും നോക്കിയേ. അവൾ നഖം കടിച്ചൊന്ന് കുണുങ്ങിന്നു. മണിച്ചിത്രത്തായാലെ പപ്പുചേട്ടൻ്റെ അതേ ടോണ്. ഭ്രാന്തായോ? എനിക്ക് മനസ്സിലായില്ല. ഇച്ചായ ഇവിടേക്ക് നോക്ക്. അവൾ ഇടുപ്പിലേക്ക് അയച്ചു ചൂണ്ടിക്കൊണ്ട് കാണിച്ചു. ഡേവിഡ് വീണ്ടും വീണ്ടും മനസ്സിലാവാൻ നോക്കുന്നുണ്ട്. അവൾ ചുണ്ടി ചളുക്കി. ദേ ഇവിടെ നോക്ക്, ഞാൻ വയറ് കാണിച്ച് സാരി കൊടുത്താ എങ്ങനെയുണ്ട്? ഡേവിഡ് അറിയാതെ ചിരിച്ചു പോയി. ഒരു കൈ അവളുടെ തോളിലൂടെ ഇട്ട് മറുകൈ കൊണ്ട് മൂക്കിൽ പിച്ചി. അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കാതെ പിന്നെ, ഈ 5 അടിയിൽ വയറ് കാണുന്ന പോലെ സാരി ഉടുക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരടി സാരി വെട്ടി കളയണം, അല്ലെങ്കിൽ അത്രയും അകത്തേക്ക് ചുരുട്ടി വെക്കണം. എന്താ നീ ചെയ്തേ? മാറങ്ങോട്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഞാനിങ്ങനെ മുരടിച്ച് നിൽക്കത്തേ ഉള്ളൂ. വയറ് കാണിച്ചു കൊടുത്താൽ അത് നോക്കണം, അല്ലെങ്കിൽ അതും കാട്ടി നടക്കുന്ന 4 ചീത്തെങ്കിലും പറയണം. രണ്ടും ചെയ്യാതെ സാരി ഉടുക്കുന്നതിനെ കുറിച്ച് റിസർച്ച് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. എൻ്റെ തലയിലെഴുത്ത്. അവനെ തള്ളിമാറ്റി പിറുവിറുത്തുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൻ ആർദ്രയുടെ കയ്യിൽ പിടിച്ച് നിർത്തി. അവൾ അപ്പോഴും പിറുവിറുത്തുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈയിനെ മോചിപ്പിക്കാൻ ബലം പിടിച്ചുകൊണ്ടിരുന്നു. നടക്കാതെയായപ്പോൾ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്രണയാർദ്രമായ ആ നോട്ടത്തിൽ അടിവാറിൽ നിന്നും ഒരു കുളിർ ഉടലാകെ പടർന്നെങ്കിലും അത് പുറത്തു കാട്ടാതെ അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. എന്താ, കൈയെടുക്ക്. അവൻ മറുപടി കൊടുക്കാതെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ്റെ ദേഹത്തോട് ചേർത്ത്. ഒന്ന് പതറിയെങ്കിലും അപ്പോഴും ആ പതർച്ച മുഖത്ത് വരാതിരിക്കാൻ അവൾ ശ്രമിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് അരിച്ചു കയറി.
ആ ചൂടിൽ കൂമ്പിയട നിന്ന മിഴികളെ അവൾ തടഞ്ഞു നിർത്തി. കൈവിരലുകൾ ഇടുപ്പിന് തഴുകി നഗ്നമായ അവളുടെ വയറിലേക്ക് അരിച്ചു കയറി. അവൾക്ക് തൊണ്ട വരളും പോലെ തോന്നി. എന്നാലും അവൻ്റെ മുഖത്തുനിന്ന് നോട്ടം മാറ്റിയില്ല. അവൻ്റെ മുഖം താഴ്ന്നു വന്നു. ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അടുത്തു വന്നു. ഒരു നിശ്വാസത്തിൻ്റെ അകലം മാത്രം ഇരുവർക്കുമിടയിൽ അവശേഷിക്കെ അവനൊരു നിമിഷം നിന്നു. അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. അവൾ പാദം കുത്തി ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടിൽ ചുണ്ടുകൾ അമർത്തി. രാത്രി 10 മണിയോടെ ആളുകളൊക്കെ പിരിഞ്ഞു തുടങ്ങി. എല്ലാവർക്കും മുന്നിൽ ചിരിച്ചുകൊണ്ടിരുന്നും ഫോട്ടോക്ക് പോസ് ചെയ്തും ഡാൻസ് കളിച്ചും മെഹന്തി ഇടാൻ ഇരുന്നു കൊടുത്തും മിഴി തളർന്നു പോയിരുന്നു. അവൾ കയ്യിലെ മെഹന്തിയിലേക്ക് നോക്കി. ഉണങ്ങി അടർന്നു വീഴാൻ തുടങ്ങിയിരുന്നത്. ഭംഗിയിൽ കൈനിറയിട്ടിരുന്ന ഭോജ്പുരി ഡിസൈൻ്റെ നടുവിൽ എഴുതിയിരിക്കുന്ന ബദ്രീനാഥ് എന്ന പേരിലേക്ക് കണ്ണുകൾ പതിയവേ അവളുടെ ചുണ്ടുകൾ മനോഹരമായി പുഞ്ചിരിച്ചു. നന്നായി ചുവന്നെന്ന് മനസ്സിലായപ്പോൾ അവൾ കൈ വാഷ് ചെയ്തു വന്നു. അത്യാവശ്യം എല്ലാവരും പോയി കഴിഞ്ഞാണ് അവർ കഴിക്കാൻ ചെന്നത്. അവർ കഴിച്ച് കഴിയാറായപ്പോഴാണ് ആർദ്രയും ഡേവിഡും വന്ന്. എവിടെയായിരുന്നടി ഇത്രയും നേരം? മിഴി സംശയത്തോടെ ശബ്ദം താഴ്ത്തി ആർദ്രയുടെ കാതിൽ ചോദിച്ചു. സംഭവേറ്റടി. ആർദ്ര നാണത്തോടെ പറയുന്ന കേട്ട് മിഴി കണ്ണുമിഴിച്ച് അവളുടെ വയറിലേക്ക് നോക്കി പതിയെ തലയാട്ടി. അവളത് ശരിവെക്കും പോലെ ചുണ്ട് കടിച്ചു പിടിച്ച് മിഴിയെ നോക്കി തിരിച്ചും തലയാട്ടി. അപ്പോഴേക്കും ഡേവിഡ് 2 പ്ലേറ്റിലായി ഫുഡ് എടുത്തുകൊണ്ട് വന്നിരുന്നു. ബദ്രിയും മിഴിയും കഴിച്ചു കഴിഞ്ഞപ്പോൾ കൈ കഴുകാനായി വാഷിംഗ് ഏരിയയിലേക്ക് പോയി. ബദ്രി കൈ കഴുകി തിരിഞ്ഞതും മിഴി അവന് കുറുകെ നിന്നു. ബദ്രി പിരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്നർത്ഥത്തിൽ തലയാട്ടി പുറകിൽ കൈകെട്ടി അവനെ നോക്കി നിന്നു. അവളുടെ മുഖത്തെ ചിരി പതി അവനിലേക്കും പടർന്നു. കണ്ണുകൾ ചുറ്റും വീക്ഷിച്ച് അവൻ അവൾക്കരികിലേക്ക് നീങ്ങി. അവൾ ഒരടി പോലും പിന്നിലേക്ക് വെച്ചില്ല. അവളുടെ ഇടുപ്പിൽ പിടിച്ച് പതിയെ പുറകിലേക്ക് തള്ളിക്കൊണ്ടുപോയി. അവരുടെ കാലുകൾ ഓഡിറ്റോറിയത്തിന് പുറകിലേക്ക് നീങ്ങി. അവളെ ചുമരോട് ചേർത്ത് നിർത്തി അവൻ ആ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. പാർട്ട്ണർ. പതിഞ്ഞ സ്വരത്തിലുള്ള അവൻ്റെ വിളിക്ക് അവൾ നേർമയായി മൂളി. നാളെ ഈ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും? അവളുടെ മുഖത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ പ്രത്യേക ഈണത്തിൽ ചോദിച്ചു. ഈ നേരത്തോ? അവളൊരു നിമിഷം ചിന്തിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തെ കള്ളിച്ചിരി കണ്ട് അവളുടെ മുഖത്ത് കപട ദേഷ്യം വിടർന്നു. അവൻ്റെ നെഞ്ചിൽ പതിയെ അടിച്ചുകൊണ്ട് അവൾ ആ നെഞ്ചോട് ചേർന്നു. അവൻ ഇരുകയ്യാലും അവളെ മുറുകെ പുണർന്നു. ഐ ലവ് യു പാർട്ട്ണർ. അവൻ്റെ വാക്കുകൾ അവളിൽ അലതല്ലുന്ന സന്തോഷത്തെ ഇരട്ടിപ്പിച്ചു. അവളവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി. ഐ ടു ലവ് യു. ബദ്രി മുഖം താഴ്ത്തി അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവളുടെ കാലുകൾ നിലത്തുനിന്ന് ഉയർന്നു. അവളെ കൈകളിൽ താങ്ങിക്കൊണ്ട് അവൻ ആ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു. ചുംബനത്തിൽ ലയിച്ച് അവളും അവനിലെ പിടിമുറുക്കി. ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ട് അവൾ അവനിൽ നിന്ന് കുതിറിയിറങ്ങി. ബദ്രി ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടതും അവൻ അവളെയും ചേർത്ത് പിടിച്ച് സ്റ്റേജിന് മുന്നിലേക്ക് വന്നു. അപ്പോഴേക്കും ഡേവിഡ് ആർദ്രയും ഫുഡ് കഴിച്ച് വാഷ് ചെയ്ത് വന്നിരുന്നു. നീ എവിടെ പോയതാ? അല്ല, നിന്റെ ചുണ്ടെന്നടി ചോന്നിരിക്കുന്നേ? ആർദ്ര മിഴിയെ പിടിച്ചെടുത്ത് സംശയത്തോട് ചോദിച്ചു. ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പോയതാ. എടി ദുഷ്ടേ, എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എൻ്റെ മേക്കപ്പ് ഫുള്ളായി പോയി. സാറില്ല, എൻ്റെ കാര്യം സാധിച്ച സ്ഥിതിക്ക് എനിക്ക് വേണ്ട നിന്റെ ലിപ്സ്റ്റിക്ക്. ആർദ്ര ചുണ്ടുകൊട്ടി മുഖം വെട്ടിച്ചു. മിഴി അവളുടെ ഭാവം കണ്ടു വന്ന് ചിരി കടിച്ചു പിടിച്ചു. ഇങ്ങനെ ഒരു മണ്ടി. ബദ്രിയുടെ കണ്ണുകൾ അവിടെ ബാക്കിയുണ്ടായിരുന്നവരിൽ അലഞ്ഞു നടന്നു. ബദ്രിയുടെ ഫാമിലി, ആദിയുടെ ഫാമിലി, നിതയുടെ ഫാമിലി എന്നിവർ മാത്രമേ അവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. എല്ലാവരും ഇവിടെയുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിന് പുറകിൽ നിന്ന് കേട്ട കാൽപ്പെരുമാറ്റം ആരുടേതാണെന്ന് ബദ്രി ചിന്തിക്കാതിരുന്നില്ല. ബദ്രിയുടെ മുഖത്തെ സീരിയസ്നെസ് കണ്ട് ഡേവിഡ് എന്താണെന്ന് പുരികം പൊക്കി ചോദിച്ചു. ബദ്രി കണ്ണു കാണിച്ചതും ഡേവിഡ് അവനരികിലേക്ക് പോയി. അവർ രണ്ടുപേരും ചേർന്ന് ഓഡിറ്റോറിയത്തിന് പുറകിലേക്കും. പോകുന്ന വഴിക്ക് ബദ്രി ഫോണെടുത്ത് വിക്രമിന് കോൾ ചെയ്തു. അർജിത്ത് അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു. വേറെ ആരും ഓഡിറ്റോറിയത്തിനകത്തുണ്ടെന്ന് ബദ്രിക്ക് ഉറപ്പായിരുന്നു. ബദ്രി വേഗം ഫോണെടുത്ത് KH ഹോസ്പിറ്റലിൽ നിന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവിടെ നിന്ന് കേട്ട വാർത്ത അത്ര നല്ലതല്ലെന്ന് അവൻ്റെ മുഖത്ത് നിന്ന് തന്നെ ഡേവിഡിന് വ്യക്തമായി. അപ്പോഴേക്കും അവരന്വേഷിച്ച് ആദ്യം അങ്ങോട്ട് വന്നു. ബദ്രി, എല്ലാവരും പോവാൻ നിൽക്കുക. അതി ഡു വൺ തിങ്. മിഴിയെ ആരുവിനെ സേഫായിട്ട് കൊണ്ടുപോകും. വീട്ടിലെത്തിയിട്ടൊന്ന് വിളിക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നത്തിങ് മാൻ, എവറിത്തിങ് ഈസ് ഫൈൻ. ഒരാളെ കാണാനുണ്ട്, അതുകൊണ്ടാ. ആദിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബദ്രിയുടെ കണ്ണുകൾ കുറച്ചകലം മറഞ്ഞു നിൽക്കുന്ന രൂപത്തിൻ്റെ നിഴലിലുടക്കി. ആ നിഴൽ അകന്നു പോകുന്നതും മറയുന്നതും ബദ്രി നോക്കി നിന്നു. ഓക്കെ, ടേക്ക്. ആദ്യ ഇരുവരോടും പറഞ്ഞുകൊണ്ട് തിരിച്ച് സ്റ്റേജിനടുത്തേക്ക് തന്നെ പോയി. ഡേവിഡ് എന്തോ പറയാൻ വന്നു. ബദ്രി കൈകൊണ്ട് അവനെ തടഞ്ഞു. ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്നും ആദ്യത്തെ കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു. പുറകെ തന്നെ മറ്റു 2 കാറുകളും. എല്ലാവരുടെയും കാറുകൾ ദൂരേക്ക് നീങ്ങിയെന്ന് മനസ്സിലായതും ബദ്രി മുന്നോട്ട് നടന്നു. കാര്യം മനസ്സിലായില്ലെങ്കിലും ഡേവിഡും അവന് പുറകെ നടന്നു. അവിടെ സൈഡിൽ ലൈറ്റ് തൂക്കാട്ടിരിക്കുന്ന പെയിന്റ് അടിച്ച മരത്തിന്റെ പട്ടികത്തുണ്ട് മണ്ണിൽ നിന്നും പുഴക്കിയെടുത്തു. അതിൽ കുടുങ്ങി വരിഞ്ഞ സീരിയൽ ബൾബിന്റെ വയറിനെ അതിൽ തന്നെ ചുറ്റി മുന്നോട്ട് നടന്നു. ഓഡിറ്റോറിയത്തിന്റെയും അതിന്റെ ഇടയിലൂടെയുള്ള ഒരാൾക്ക് മാത്രം കടക്കാൻ പറ്റുന്ന ഗ്യാപ്പിലൂടെ ഇരുവരും നടന്നു. ഇനിയും അങ്ങോട്ട് വഴിയിലെന്ന് മനസ്സിലായതും ബദ്രി മതിൽ കൈകുത്തി അപ്പുറത്തേക്ക് ചാടി. അവന് പുറകെ ഡേവിഡും.
മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ ബദ്രിയുടെ കയ്യിൽ ഡേവിഡ് പിടിച്ചു. ബദ്രി അവന്റെ മുഖത്തേക്ക് നോക്കി. ശേഖരൻ? ഡേവിഡിന്റെ കണ്ണുകൾ പോയിടത്തേക്ക് ബദ്രിയും നോക്കി. ദൂരെ നിർത്തിയിട്ട് ജീപ്പിന് മുകളിൽ ബീഡിയും പോയിച്ചിരിക്കുന്ന ശേഖരനെ കണ്ട് ബദ്രിയുടെ കണ്ണുകൾ തിളങ്ങി. ബദ്രി കൂസലില്ലാതെ അവനടുത്തേക്ക് നടന്നു. പുറകെ ഡേവിഡും. നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്രയും നേരത്തെയാവുമെന്ന് കരുതിയില്ല. വരണല്ലോ, എന്റെ പെണ്ണിനെ നീ സ്വന്തമാക്കുന്നതിന് മുമ്പ് ഞാൻ എത്തണ്ടേ? ഹൗ ഫണ്ണി. നിന്റെ പെണ്ണോ? നിന്റെ മകളുടെ പ്രായമാവേണ്ട പെൺകുട്ടി എങ്ങനെയാടാ നിന്റെ പെണ്ണാവുന്നേ? ചിരിയോടെയാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാന വാക്കിലേക്ക് എത്തുമ്പോൾ ബദ്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. വർഷം കുറച്ചായി ഞാൻ അവളെയും മനസ്സിൽ കണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. 2 തവണയാ നീ എന്നെ ആശുപത്രി കിടത്തിയത്. എനിക്ക് അവളെ വിട്ടുതരാൻ പറ്റില്ല. അതിനുവേണ്ടി നീ മരിക്കണം. ദാ പിള്ളേരെ. ബദ്രിയോട് പറഞ്ഞു പൂർത്തിയാകുമ്പോഴേക്കും അയാൾ പുറകിലേക്ക് നോക്കി ശബ്ദമിട്ടു. അയാളുടെ ജീപ്പിന് പുറകിൽ നിന്നും മല്ലന്മാരെ പോലെ 6 അടിയിൽ കൂടുതൽ ഉയരവും അതിനൊത്ത ബോഡിയുമുള്ള 6 പേര് ഇറങ്ങി വന്നു. അവരുടെ കൈകളിൽ തിളങ്ങുന്ന വടിവാളിലേക്ക് ഡേവിഡിന്റെ കണ്ണുകൾ നീങ്ങി. പിന്നെ ബദ്രിയിലേക്കും. അവന്റെ മുഖത്തൊരു അല്പം പോലും ഭയമില്ലെന്നത് ഡേവിഡിൽ ആശ്വാസം നിറച്ചു. ഇവരെ വെച്ച് എന്നെ തീർക്കാമെന്നാണോ നീ കരുതിയത്? ബദ്രിയുടെ വാക്കിൽ പുച്ഛം കലർന്നിരുന്നു. അത് ശേഖരനിലുണ്ടായിരുന്ന ദേഷ്യത്തെ വർദ്ധിപ്പിച്ചു. അയാൾ പുറകിൽ നിൽക്കുന്ന തടിമാടന്മാർക്ക് നേരെ കണ്ണുകാട്ടി. അതിന് കാത്തുനിന്ന പോലെ അതിൽ 2 പേർ മുന്നോട്ട് ഓടി വന്നു. ബദ്രി കയ്യിലുണ്ടായിരുന്ന പട്ടിക തുണ്ട് മുന്നിൽ വന്നവന്റെ കാലിലേക്ക് വീശി. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയുടെ ആഘാതത്തിൽ അയാൾ മുന്നോട്ട് കമിഴ്ന്നടിച്ച് വീണു. അവന് പിറകെ ഓടി വന്ന് പെട്ടെന്ന് ഓട്ടം നിർത്തി താഴെ കിടക്കുന്നവനെ നോക്കി. പിന്നെ ബദ്രിയുടെ കയ്യിലെ വടിയിലേക്കും. ആ വടി കൊണ്ട് ഇത്രയും ഭാരമുള്ളവനെ അടിച്ചെടുക്കുക എന്നത് എളുപ്പമല്ലെന്ന് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. ബദ്രി കയ്യിലെ വടി മുകളിലേക്ക് എറിഞ്ഞ് ചുഴറ്റിക്കൊണ്ടിരുന്നു. സ്റ്റെക്കായി നിന്നവൻ കയ്യിലെ വടിവാളിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് വന്നു. ബദ്രി അനങ്ങാതെ നിൽക്കുന്ന കണ്ട് അവനിൽ നേരിയ ഭയമുണർന്നു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ വടിവാൾ മുകളിലേക്ക് ഉയർത്തി ആഞ്ഞു വീശി. ബദ്രിയുടെ കഴുത്തിന് തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും അവന്റെ കയ്യിൽ നിന്ന് ആ വാൾ ഊർന്നു വീണു. തല ഒരു വശത്തേക്ക് ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിൽ ആ മല്ലൻ താഴേക്ക് പതിച്ചു. ആർക്കൊന്നും മനസ്സിലായില്ല. ഒന്നുകൂടെ എന്താ സംഭവിച്ചെന്ന് അവർ ഓർത്തെടുത്തു. അവൻ ആ വാൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ബദ്രി അനങ്ങാതെ നിൽക്കുകയായിരുന്നു. എന്നാൽ അവന്റെ കൈ ബദ്രിക്കരികിൽ എത്തുമ്പോഴേക്കും ബദ്രിയുടെ കയ്യിലെ വടി ഞൊടിയിടയിൽ ഉയർന്നു പൊങ്ങി വാളോങ്ങിയവന്റെ കഴുത്തിൽ ആഞ്ഞു പതിച്ചിരുന്നു. എല്ലുകൾ ഒടിയുന്ന ശബ്ദം പോലും നേർമയിൽ കേട്ടിരുന്നു. ശേഖരന്റെ ഭാഗത്ത് ബാക്കിയുള്ളവർ എന്താണ് നടന്നതെന്ന് ഓർമ്മ വന്നു ഞെട്ടലോടെ വീണെടുക്കുന്നവരെ നോക്കി. കാലിൽ അടികിട്ടിയവൻ ഇടക്ക് ഞരങ്ങിക്കൊണ്ട് കിടക്കുന്നുണ്ട്. എന്നാൽ കഴുത്തിൽ കിട്ടിയവന്റെ അനക്കം പോലും കേൾക്കുന്നില്ല. എല്ലാത്തിനുമുപരി ബദ്രിയുടെ വേഗതയും ഭയമില്ലായ്മയും അവർ ഭയന്നു. ശേഖരൻ പുറകിലേക്ക് നോക്കി കണ്ണു കാണിച്ചതും ബാക്കിയുണ്ടായിരുന്ന 4 പേരും ഒരുമിച്ച് ബദ്രിക്ക് നേരെ ഓടി വന്നു. ബദ്രി ഡേവിഡിനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ആദ്യം വന്ന ഒരുത്തിന് നേരെ ഡേവിഡ് പാഞ്ഞെടുത്തുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാടി ചവിട്ടി. അവൻ പുറകിലേക്ക് ആഞ്ഞെങ്കിലും നിലത്തേക്ക് വീണില്ല. ഡേവിഡ് മുഷ്ടി വിട്ടി അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ബാക്കിയുണ്ടായിരുന്ന 3 പേരും ബദ്രിയെ ലക്ഷ്യമാക്കി ഓടി. നിലത്ത് വീണ് കിടന്ന 2 പേരിൽ നിന്നും തെറിച്ചുപോയ വാളുകൾ ബദ്രി കയ്യിലേക്ക് എടുത്തു. ഇരു കൈയിലും വാൾ പിടിച്ചിരിക്കുന്ന ബദ്രിയെ കണ്ട് അവനടുത്തേക്ക് പാഞ്ഞെടുക്കുന്നവരുടെ കാലിന്റെ വേഗത കുറഞ്ഞു. നടുവിലുണ്ടായിരുന്നവന്റെ കാലുകൾ നിശ്ചലമായി. ബാക്കി 2 പേരും അവനടുത്തേക്ക് ഓടിയെടുത്തതും ബദ്രിയുടെ കയ്യിലെ വാൾ അവരുടെ ഇടുപ്പിലൂടെ വരഞ്ഞു. വാളിൽ നിന്ന് രക്തം മിറ്റി വീണു. ഇടുപ്പിൽ മുറിവുണ്ടായ 2 പേരും മുറിവിൽ അമർത്തിപ്പിടിച്ച് കുനിഞ്ഞിരുന്നു. ഡേവിഡിന്റെ ചവിട്ടിയിട്ടതിൽ പുറകിലേക്ക് ആഞ്ഞവൻ മുന്നിലേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് കിട്ടിയ അടിയായതുകൊണ്ട് തന്നെ അവന് തടയാൻ സാധിച്ചില്ല. അസഹ്യമായ വേദന കൊണ്ട് കയ്യിലെ വടിവാൾ താഴേക്ക് വീണു. അത് കയ്യിലെടുത്ത് ഡേവിഡ് അവന്റെ കാലിലേക്ക് കുത്തിയിറക്കി. അവന്റെ അലർച്ച കേട്ട് ബാക്കി 3 പേരും ഒരു നിമിഷം ഞെട്ടി അവനെ നോക്കി. കാലിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്തം കണ്ട് അവരിലെ ഉൾഭയം വർദ്ധിച്ചു. അവൻ നിൽക്കാൻ കൽപ്പില്ലാതെ താഴേക്ക് വീണു. ഇടുപ്പിൽ കുത്തിക്കിട്ടിയവർ നിലത്തേക്ക് ഊർന്നിരുന്നു. ബാക്കിയുണ്ടായിരുന്ന ഒരുവൻ ഉള്ളിലെ ഭയം മറച്ചു വെച്ച് ഇരുവരെയും മാറി മാറി ദേഷ്യത്തോടെ നോക്കി. 2 ആളുടെ കയ്യിലുമുള്ള വാടുകളിൽ നിന്നും ഒഴുകുന്ന കട്ട രക്തം അവന്റെ മനസ്സിനെ പിടിച്ചുലച്ചു. അവൻ തിരിഞ്ഞ് ശേഖരനെ നോക്കി. അയാളുടെ കണ്ണുകളിൽ അപ്പോഴും വീറും വാശിയുമായിരുന്നു. അയാൾ നോട്ടം കൊണ്ട് അവനോട് മുന്നോട്ട് പോവാൻ പറഞ്ഞു. കയ്യിലെ വാളിലൊന്ന് അമർത്തിപ്പിടിച്ച് അവൻ മുന്നോട്ട് വന്നു. ഇരുഭാഗത്തായി നിൽക്കുന്ന ഡേവിഡിനെയും ബദ്രിയെയും മാറി മാറി നോക്കി. ഡേവിഡ് ബദ്രിക്കടുത്തേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.